നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അണ്ടത്തോട് കടൽ ഭിത്തി കെട്ടുവാൻ കരിങ്കല്ല് കൊണ്ടുവന്ന ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. തീരദേശ ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ കടൽ ഭിത്തി നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. രണ്ടാം പ്രതി പെരുമ്പിലാവ് കറുപ്പം വീട്ടിൽ മോനായി എന്ന ബാദുഷയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 94-കാരന് 6 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. പുന്നേർകുളം പനന്തറ സ്വദേശി ഔണുങ്ങൽ കുട്ടനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി മുണ്ടങ്കോട് നഗർ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ശുദ്ധജലം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 60ഓളം SSC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ജലവിതരണം നിലച്ചിട്ട് 2 വർഷം പിന്നിട്ടു. വാർത്തകൾ വിശദമായി. അണ്ടത്തോട് കടൽഭിത്തി കെട്ടുവാൻ കരിങ്കല്ല് കൊണ്ടുവന്ന ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കടൽഭിത്തി നിർമ്മാണത്തിനു മുമ്പായി തീരദേശ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് അണ്ടത്തോട് ബീച്ചിലെത്തിയ 2 ലോഡ് കല്ലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. MLAയുമായി ബന്ധപ്പെട്ടെങ്കിലും നിർമ്മാണം തുടരട്ടെ, ചർച്ച പിന്നീടാവാം എന്ന നിലപാടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതേ നിലപാടിൽ ഉറച്ചുനിന്നു. തുടർന്നാണ് നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഇതിനു മുമ്പ് 3 തവണ കല്ലുമായി എത്തിയപ്പോഴും നാട്ടുകാർ തടഞ്ഞെങ്കിലും ചർച്ച കഴിഞ്ഞു മാത്രമേ കല്ലിറക്കൂ എന്ന ഉറപ്പിലാണ് ലോഡ് ഇറക്കുവാൻ നാട്ടുകാർ സമ്മതിച്ചത്. വീണ്ടും കരിങ്കല്ലുകളുമായി ലോറികൾ എത്തുന്നത് തുടർക്കഥയായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി വീണ്ടും രംഗത്തെത്തി. പുന്നേർകുളം പഞ്ചായത്തിലെ 6 വാർഡുകളിൽ തീരദേശവാസികളോട് കൂടിയാലോചന നടത്താതെ അശാസ്ത്രീയമായാണ് കടൽഭിത്തി നിർമ്മിക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് ഇത്തരത്തിൽ ഭിത്തി കെട്ടിയതിന്റെ ദൂഷ്യഫലമായാണ് പെരിയമ്പലത്ത് തീരം കടലെടുക്കാൻ കാരണമെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. കാപ്പിരിക്കാടും പാലപ്പെട്ടിയിലൊക്കെ കടൽ ഭിത്തി ഇട്ടതിന്റെ പേരിൽ പെരിയമ്പലം തങ്ങൾപ്പടിയൊക്കെ ഉണ്ടായ ദുരനുഭവം ആൾക്കാർക്ക് ഓർമ്മ ഉള്ളത് കൊണ്ട്, പ്രയാസകരമായ സംഭവങ്ങൾ എല്ലാവർക്കും അറിയണത് കൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകരുത്, നമ്മുടെ നാടിനെ നശിപ്പിക്കരുത് എന്നുള്ള ആശങ്കയാണ് നമ്മൾ ഉയർത്തിയിട്ടുള്ള MLA. അപ്പോൾ MLA പറഞ്ഞത് നിയമസഭാ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആളുകളായിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് ഗ്രാമസഭ പോലെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ ആശങ്ക പരിഹരിച്ച് പണി തുടങ്ങാമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനിടയിലാണ് ഈ കല്ലായിട്ട് വന്നിട്ടുള്ളത്. ആശങ്ക പരിഹരിക്കാതെ കല്ലായിട്ട് വന്നിട്ടുണ്ട കാര്യം നമ്മൾ ഇടാൻ അനുവദിക്കില്ല. അറസ്റ്റ് വരിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളിത് രാഷ്ട്രീയമൊന്നുമില്ല. നമുക്ക് അത്ര യാത്ര പറയാനുള്ളൂ. നിലവിൽ അണ്ടത്തോട് ബീച്ചിൽ 500 മീറ്റർ മാത്രമാണ് കടൽഭിത്തി കെട്ടുവാൻ തയ്യാറായിട്ടുള്ളത്. ചർച്ച നടത്തി ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷമേ നിർമ്മാണം അനുവദിക്കൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ACP ഷിനോജ് PS സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. കൊണ്ടുവന്ന 2 ലോഡ് ഇറക്കുവാൻ അനുവദിക്കണമെന്നും ചർച്ചയ്ക്ക് ശേഷം കല്ലുകൾ ഇറക്കുകയുള്ളൂ എന്ന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സതുദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ സതുദ്ദേശവും നിങ്ങളുടെ ഈ കാര്യങ്ങളുടെ സംശയങ്ങളും മറ്റു നിവാരണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യാം. അത് ചെയ്യണം. അത് ഞാനല്ല ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടവർ ചെയ്യും കേട്ടോ. MLA സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ റെപ്രസെന്റ് ചെയ്ത ആൾക്കാരെ സംസാരിച്ചിരുന്നതാണ് പറഞ്ഞറിഞ്ഞത്. നമുക്ക് പറഞ്ഞറിവ് മാത്രമല്ല, പ്രധാന രാഷ്ട്രീയ പാർട്ടികളും മത്സരങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ കടപ്പുറത്ത് ഇത് ചർച്ച ചെയ്തിട്ട് ഇനിയൊരു ആശങ്ക ഇല്ലാത്ത രീതിയിൽ ആശങ്ക പരിഹരിച്ചതിന് ശേഷം നമുക്ക് ലോഡ് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള യോഗം പാസ്സാക്കിയതാണ്. ഇതിപ്പോ കഴിഞ്ഞ എത്ര ദിവസം 4 ദിവസമായി അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായല്ലോ. അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും സംസാരിക്കുന്നത് കൂട്ടി കളിക്കണ്ട. പ്രതിഷേധത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പെരുമ്പിലാവ് മുല്ലപ്പള്ളിക്കുന്നിൽ യുവാവ് വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കേസിലെ 2ാം പ്രതിയായ പെരുമ്പിലാവ് കറുപ്പം വീട്ടിൽ മോനായി എന്ന ബാദുഷയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘട്ടനത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാളെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. 21-നാണ് കടവല്ലൂർ കൊട്ടിലിങ്ങൽ വളപ്പിൽ അക്ഷയ് കൂത്തൻ ലഹരി സംഘത്തിന്റെ വെട്ടേറ്റ് മരിച്ചത്. രാത്രി 8ഓടെ ഭാര്യ നന്ദനയുമൊത്ത് മുല്ലപ്പള്ളിക്കുന്ന് 4 സെന്റ് ഉന്നതയിൽ മണ്ടുമ്പാൽ ലിഷോയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവമുണ്ടായത്. കേസിലെ 1ാം പ്രതിയായ ലിഷോയ്, പെരുമ്പിലാവ്, തൈലവളപ്പിൽ നിഖിൽ എന്നിവർ റിമാൻഡിലാണ്. ഇൻസ്റ്റാഗ്രാം റീൽ ചിത്രീകരിച്ചത് സംബന്ധിച്ച തർക്കവും ലഹരി ഇടപാടുകളിൽ ഉണ്ടായ ഭിന്നതയുമാണ് കൊലപാതകത്തിന് കാരണം.
കാരണം. സംഭവ ദിവസം അക്ഷയും ലിഷോയും തമ്മിൽ ഫോണിലൂടെ വാക്കുതർക്കം ഉണ്ടായിരുന്നതായും പറയുന്നു. അക്ഷയും പ്രതികളെ ഒരേ സംഘത്തിലെ അംഗങ്ങളായിരുന്നു എന്നാണ് സൂചന. 12 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 94-കാരന് 6 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. പുന്നേർകുളം പനന്തറ സ്വദേശി ഔണോട്ടുങ്ങൽ കുട്ടനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2024 മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. സൈക്കിളിൽ കടയിൽ പോയി മടങ്ങുകയായിരുന്ന അതിജീവിതയെ തടഞ്ഞു നിർത്തി വീടിനു പിറകിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. വടക്കേക്കാട് പോലീസ് CPO ലിയോണ ഐസക് മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് വടക്കേക്കാട് SI ആയിരുന്ന P. ശിവശങ്കരൻ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ASI M. ഗീതയും പ്രവർത്തിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മുണ്ടങ്കോട് നഗർ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ശുദ്ധജലം ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 60ഓളം SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ജലവിതരണം നിലച്ചിട്ട് 2 വർഷത്തിലധികമായി. ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള അധികാരികളോട് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പിന്നെ വീടാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് കിടക്കുക. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് അത് അവർ ഫോട്ടോ എടുത്ത് പോയതാ. എന്നിട്ട് വീട് ശരിയാക്കി ആരാ പറഞ്ഞത്. എന്നിട്ട് ആ വീട് ശരിയാക്കിയിട്ടില്ല, അത് പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് ഇന്നലെ വന്നിട്ട് പറഞ്ഞു വിപ്പറിന് തരാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു ഞാന്. 2 കൊല്ലത്തിന് മുന്നേ വീണിട്ട് പൊളിഞ്ഞു കിടക്കണതാ. എന്നിട്ട് എന്നും പറയും അതിന് മുന്നേ ഞാൻ എത്ര കൊല്ലം മുന്നേ ഞാൻ വീടിന് എഴുതി കൊടുത്തതാ. ആ സൈരമ്മ നിക്കണ കാലത്ത് വിപ്പറിനതൊക്കെ കിട്ടിയായിരുന്നാ. അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും കിട്ടിയിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുണ്ടായിരുന്ന ഏകദേശം 10ഓളം പൊതു ടാപ്പുകളിൽ ഇപ്പോൾ വെള്ളം ലഭിക്കുന്നില്ല. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ഇടുന്നതിനു വേണ്ടി റോഡ് വെട്ടിക്കേറിയപ്പോൾ ടാപ്പുകളിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് പിന്നീട് ശരിയാക്കുന്നതിനു വേണ്ട യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നത്തിലിടപെട്ട് പരിഹാരമുണ്ടാക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പരാതിക്കാർ പിരിഞ്ഞുപോയത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണെന്നും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ് പറഞ്ഞു. ഒരു പ്രദേശത്തു നിന്ന് മാത്രം ഏകദേശം 50ഓളം കുടുംബങ്ങളാണ് ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കുടിവെള്ളം ലഭിക്കാത്തതിൻ്റെ പേരിൽ പരാതി കൊടുക്കാനായിട്ട് പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ പഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളങ്ങൾ കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ ആവശ്യമായ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത്, ഇത് വെറും വാഗ്ദാനങ്ങളിൽ നിങ്ങളൊക്കെ എല്ലാം കൊണ്ടും പഞ്ചായത്ത് പൂർണ്ണ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കുടിവെള്ളമായാലും മറ്റു കാര്യങ്ങളായാലും അത് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം വെള്ളറക്കാട് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, മെമ്പർ KK മണി, NHM DPM ഡോക്ടർ P. സജീവ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, MV ധനീഷ്, PA മുഹമ്മദ് കുട്ടി, MK ശശിധരൻ, ടെസ്സി ഫ്രാൻസിസ്, KA അഭിലാഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഭാവിയിൽ കൂടുതൽ വികസന സൗകര്യങ്ങളോട് കൂടി ഈ സബ് സെന്റർ ഇവിടെ വരുന്നത്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ സബ് സെന്ററിൽ JPHനും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ളവർ മാത്രമല്ല, ആരോഗ്യരംഗത്തെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ഒരുപക്ഷെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം കൂടിയായിട്ട് ഇത് ഭാവിയിൽ വികസിച്ചു വരാനും. 4 വർഷക്കാലം പാവർട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ്, ഒരുമനയൂർ, ഏങ്ങണ്ടിയൂർ എന്നീ 5 പഞ്ചായത്തുകളിലെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തി പെരിങ്ങാട് പുഴയെ വനമാക്കി മാറ്റുന്നതിനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയ മണലൂർ MLA മുരളി പെരുന്നല്ലി പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2021 ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിൽ പുഴ വനമാക്കുന്നതിനെതിരെ ഒരു വാക്കുപോലും എതിർത്തു പറയാതെ വനവൽക്കരണ പ്രമേയം പാസാക്കിയ മുരളി പെരുന്നല്ലി നാടിനു തന്നെ ആപത്താണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജനങ്ങളുടെ എതിർപ്പുണ്ടായിട്ടും വനവൽക്കരണത്തിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ
നിയമസഭയിൽ വിഷയമുന്നയിക്കാൻ അവസരങ്ങളുണ്ടായിട്ടും പെരിങ്ങാട് പുഴ വനവൽക്കരണത്തിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന സ്ഥലം MLA മുരളി പെരുന്നെല്ലി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇടപെട്ടതോടെ നാണം കെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് വിഷയം സഭയിൽ അവതരിപ്പിച്ചതോടെ സർക്കാരിന് വനവൽക്കരണത്തിൽ നിന്നും പിന്നോട്ടു പോകേണ്ടി വന്നുവെന്നും യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. മണലൂരിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ മുരളി പെരുന്നെല്ലി പരാജയപ്പെട്ട നിലയ്ക്ക് അദ്ദേഹം പൊതുജനങ്ങളോട് മാപ്പു പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC അംഗം CI സെബാസ്റ്റ്യൻ, DCC ഭാരവാഹികളായ PK രാജൻ, CM നൌഷാദ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, KB ജയറാം, VG അശോകൻ, സിജു പാവർട്ടി, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ എന്നിവർ സംസാരിച്ചു. റമദാനിലെ 27ാം രാവ് ഇന്ന് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടി വിശ്വാസികൾ. റമദാനിലെ ഏറ്റവും സവിശേഷമാക്കപ്പെട്ട രാവാണ് നിർണയത്തിന്റെ രാത്രി എന്നർത്ഥം വരുന്ന ലൈലത്തുൽ ഖദർ. ഏതു ദിവസമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും 21, 23, 25, 27, 29 രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നവരാണ് ഏറെ പേരും. 27ാം രാവിനാണ് കൂടുതൽ സാധ്യതയെന്ന പണ്ഡിതരുടെ നിഗമനം ഉള്ളതിനാലാണ് ആ ദിവസത്തിന് കൂടുതൽ സ്വീകാര്യത കൈവന്നത്. ദൈവകൽപ്പന അനുസരിച്ച് മാലാഖമാർ ഭൂമിയിലേക്കിറങ്ങുന്ന ലൈലത്തുൽ ഖദർ രാവിൽ ഉൾപ്പെട്ടവർക്ക് പാപമുക്തിയും സ്വർഗപ്രവേശനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. പള്ളികളും വീടുകളും രാത്രി മുഴുവൻ പ്രാർത്ഥനകളാൽ നിറയും. നോമ്പുതുറയും നമസ്കാരവും കഴിഞ്ഞും വിശ്വാസികൾ പള്ളികളിൽ തന്നെ തുടരും. ചിലയിടങ്ങളിൽ പ്രാർത്ഥനാ സംഗമങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഖബർ സന്ദർശനവും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കലും ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. 27ാം രാവ് വിട പറയുന്നതോടെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലേക്ക് വിശ്വാസികൾ നീങ്ങും. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക ജെൻഡർ ബജറ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K സൗദാമിനി അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KJ അമൽദാസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞകാല പദ്ധതികൾ കൃത്യമായും ഏറ്റവും ഭംഗിയായും നിർവഹിക്കുവാൻ കഴിഞ്ഞതും എല്ലാ മേഖലകളെയും പരിഗണിച്ചും സ്പർശിച്ചുകൊണ്ടും നടപ്പാക്കിയ പദ്ധതികൾ സമൂഹത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാക്കുന്നതിനും അതുവഴി തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് പുരസ്കാരമടക്കം നേടുന്നതിനും സഹായിച്ചു എന്ന് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഉൾക്കാഴ്ചയോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത ഭരണസമിതിയും കൃത്യതയോടെ അത് പ്രാവർത്തികമാക്കിയ നിർവഹണ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അഭിനന്ദിച്ചു. 39,54,46,387 രൂപ വരവും 39,41,38,000 രൂപ ചെലവും 13,08,387 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 1 കോടി, പാർപ്പിട മേഖലയ്ക്ക് 2.25 കോടി, പട്ടികജാതി ക്ഷേമം 96.40 ലക്ഷം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി 19 കോടി, വനിതാ ശാക്തീകരണം, സംരംഭക സൗഹൃദ പദ്ധതികൾ 35 ലക്ഷം, ആരോഗ്യമേഖല ആരോഗ്യം ആനന്ദം 50 ലക്ഷം, ഭിന്നശേഷി സൗഹൃദം 76 ലക്ഷം, കൂടാതെ വിദ്യാഭ്യാസം, സാംസ്കാരികം, യുവജനകാര്യം, വയോജന സൗഹൃദം, മത്സ്യവികസനം, ശിശുവികസന, സാമൂഹ്യനീതി, ജൈവ വൈവിധ്യപരിപാലനം, അടിസ്ഥാന വികസന സൗകര്യം, കുടിവെള്ളം, ശുചിത്വം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലഹരി നിർമ്മാർജ്ജനം അടക്കമുള്ള എല്ലാ മേഖലകളിലേക്കും തുക വകയിരുത്തിയ സമഗ്ര ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടീച്ചർ, ബിനീഷ മുസ്തഫ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ബജറ്റ് ചർച്ചയ്ക്കായി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ടി രാമദാസ് മാസ്റ്റർ, പി നൂറുദ്ദീൻ, പി അജയൻ, റംഷീന AH, ഷിഹാബ് KC, റീസ പ്രകാശ്, കരുണാകരൻ VV എന്നിവർ പങ്കെടുത്തു. ചർച്ചകളിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് മറുപടി പറഞ്ഞു. ശേഷം ഐക്യകണ്ഠേന ബജറ്റ് അംഗീകരിച്ചു പാസാക്കി ഇഫ്താർ സംഗമവുമുണ്ടായി. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി ബ്രഹ്മാണ്ഡ മലയാള ചിത്രം എമ്പുരാൻ. റിലീസ് ദിനത്തിൽ പ്രദർശനങ്ങൾ കഴിഞ്ഞതോടെ മികച്ച പ്രതികരണമാണ് സിനിമാസ്വാദകർ നൽകുന്നത്. ഇന്ത്യൻ സിനിമ ഒന്നാകെ കാത്തിരുന്ന, മലയാള സിനിമ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അബ്രാം ഖുറേഷി AKA സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ റിഡംഷന്റെ കാണാം പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. അടിപൊളി അടിപൊളി. ഒരു ഇംഗ്ലീഷ് പടം കണ്ട ഒരു സിനിമ, നല്ല സിനിമയാണ്. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്ന് തന്നെ പറയാം, എടുത്ത് പറയാം. പൃഥ്വിരാജ് അടിപൊളിയാണ്, നല്ല പടമാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള മൂവി എടുത്ത പോലെ. സിനിമ എൻഡിങ് എനിക്കിഷ്ടമായി. പടം സൂപ്പറാണ്, വേറെ ലെവൽ പടമാണ്. ഇതുവരെ മലയാളികൾ കാണാത്ത തരം സിനിമയാണെന്നും ആരാധകർ പറയുന്നു. എമ്പുരാൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലുതാണ് സമ്മാനിച്ചത്. പൃഥ്വിരാജിന്റെ വേറെ ലെവൽ മേക്കിംഗ് ആണ്.
മുരളീഗോപിയുടെ തിരക്കഥ, ഡയലോഗ് എല്ലാം കിടിലൻ തന്നെ എന്നിങ്ങനെ കണ്ടിറങ്ങിയവർ ആവേശത്തോടെ പ്രതികരിച്ചു. രണ്ടുവട്ടം കണ്ടിട്ട് ഇറങ്ങണ കൾട്ട് പടം, ഒരു രക്ഷയില്ല. ഒക്കെ അടിപൊളിയാണ്. മറ്റേ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട്. പൊളിയാ. നല്ല റെസ്പോൺസാണ്. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പടം. പിന്നെ ബുക്കിംഗ് ആണെങ്കിലും ധാരാളം കയറുന്നുണ്ട്. സാധാരണ ഒരു മലയാളം പടത്തിനുള്ളതിനേക്കാളും ഇരട്ടി ബുക്കിംഗ് കയറുന്നുണ്ട്. സാധാരണ വിജയ് പടത്തിനൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാകാറ്, പക്ഷേ മോഹൻലാൽ പടത്തിന് വളരെയധികം കൂടുതലാണ് ഇപ്രാവശ്യം. ആദ്യ ഷോ പൂർത്തിയായപ്പോൾ തന്നെ സിനിമ കണ്ട എല്ലാവർക്കും സന്തോഷത്തിന്റെ തിരയിളക്കമാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് ലാലേട്ടനും പൃഥ്വിരാജും ആരാധകർക്കായി ഒരുക്കിയിരിക്കുന്നത് എന്ന് പലരും പറയുമ്പോൾ പ്രതീക്ഷിച്ചത്ര നിലവാരം സിനിമ പുലർത്തിയില്ലെന്നും മറ്റു ചിലർ പ്രതികരിച്ചു. അഡ്വാൻസ് ബുക്കിംഗിലൂടെ റെക്കോർഡ് കളക്ഷൻ നേടിയാണ് ചിത്രം ബിഗ് സ്ക്രീനിലെത്തിയത്. ഏകദേശം 4 ദിവസം 5 ദിവസത്തേക്കൊക്കെ ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് കയറുന്നുണ്ട്. പിന്നെ 4 ദിവസം 5 ദിവസം കഴിഞ്ഞാലേ പിന്നെ നേരത്തെ ഇത് വരുള്ളൂ. ഇതുവരെ കാണാത്തൊരു മോഹൻലാലിനെയാണ് എമ്പുരാനിൽ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നതെന്നാണ് സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും CCTVയോട് പങ്കുവച്ചത്. ഫൈറ്റിൽ വ്യത്യസ്തതയും മേക്കിങ്ങിലും ഹോളിവുഡ് ടച്ചുമായി എമ്പുരാൻ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം സമരിയ. തെങ്ങ് വീണ് വീട് തകർന്നു. വാഗ കൂളിയാട്ട് രാജന്റെ വീടാണ് തെങ്ങ് പൊട്ടി വീണതിനെ തുടർന്ന് ഭാഗികമായി തകർന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ വീശിയ ശക്തമായ കാറ്റിലാണ് തെങ്ങ് പൊട്ടി വീണത്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് ഒരു ഭാഗത്തെ ഓടുകൾ പൂർണ്ണമായും തകർന്നു. സംഭവം നടക്കുമ്പോൾ രാജൻ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പട്ടയ വിതരണം ഊർജിതമാക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുമായി രൂപീകൃതമായ പട്ടയ മിഷന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ പട്ടയ അസംബ്ലി യോഗം ചേർന്നു. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ കുന്നംകുളം MLA AC മൊയ്തീന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. താലൂക്ക് തഹസിൽദാർ OB ഹേമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ വനം, ഇറിഗേഷൻ, റവന്യൂ എന്നീ വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമികളുമായി ബന്ധപ്പെട്ട പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ പട്ടയം ലഭിക്കാത്ത അപേക്ഷകൾക്ക് എത്രയും പെട്ടെന്ന് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അധികൃതർ നീക്കം ചെയ്യാത്തതിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുകയും ബോധവൽക്കരണം നടത്തുകയും നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്യുന്ന ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്. വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണം കൊണ്ടുവരുന്ന അലൂമിനിയം പേപ്പർ പാത്രങ്ങളും ആശുപത്രിക്ക് ചുറ്റും വലിച്ചെറിഞ്ഞ നിലയിലാണ്. വെള്ളമുള്ളതും ഇല്ലാത്തതുമായ കുപ്പികൾ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തുകൾക്കു കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലും ഇതേ അവസ്ഥയാണുള്ളത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡുകളായി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. പഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും വീടുകളിലും ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വിവിധ സ്ക്വാഡുകളെത്തി പരിശോധന നടത്തുകയും നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വൻതുക പിഴയായി ഈടാക്കുന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം ആരോഗ്യപരിപാലനത്തിന് നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി സർക്കാർ ആശുപത്രി പരിസരങ്ങളിൽ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ എരുമപ്പെട്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ പല സ്ഥാപനങ്ങളിൽ നിന്നും വലിയ സംഖ്യ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ പല വിവിധ ഭാഗങ്ങളിലായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ആദ്യം ഇവരെ കീഴിലുള്ള സ്ഥാപനങ്ങൾ അത് ശുചീകരിക്കാൻ തയ്യാറാവാതെ സാധാരണക്കാരെ കയ്യിൽ നിന്നും വലിയ സംഖ്യകൾ ഫൈൻ ഈടാക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തായാലും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NK കബീർ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MC ഐജു എന്നിവർ ആശുപത്രിയിലെത്തി ഹെൽത്ത് ഇൻസ്പെക്ടറോട് പരാതി ഉന്നയിച്ചു. പ്രശ്നത്തിൽ ഉടൻ തന്നെ പരിഹാരം കാണാമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉറപ്പു നൽകി. ഹരിതകർമ്മസേനയുടെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും പ്ലാസ്റ്റിക് മാലിന്യം എടുത്താലും ഇല്ലെങ്കിലും വീടുകളിൽ നിന്ന് നിർബന്ധമായും യൂസർ ഫീയായ 50 രൂപ നൽകണമെന്ന നിയമം സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും
കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. അവരുടെ കീഴിലുള്ള ഇത്തരം സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഭാഗങ്ങളൊക്കെ ശുചീകരിച്ച് അതിനുവേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്തിനും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾക്കെതിരെ രംഗത്ത് വരുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഴഞ്ഞി ചെറുതുരുത്തി വലിയടം വട്ടക്കായൽ കോൾപ്പടവിൽ കൊയ്ത്ത് തുടങ്ങി. 150 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. 2 ആഴ്ച കൊണ്ട് നെല്ല് സംഭരണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കൊയ്ത്തുമിതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് പുരോഗമിക്കുന്നത്. 2 ദിവസമായി പെയ്യുന്ന മഴ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മഴ തുടർന്നാൽ കൊയ്ത്ത് വൈകുമെന്ന പേടിയിലാണ് കർഷകർ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ ശുചിത്വോത്സവ് 2025 എന്ന പേരിൽ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ശുചിത്വ അംബാസിഡർ PT കുഞ്ഞു മുഹമ്മദ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് PS, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവി, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി MS ആകാശ് നന്ദിയും പറഞ്ഞു. മാലിന്യമുക്ത സംസ്ഥാനതല പ്രഖ്യാപനം മാർച്ച് 30 വേൾഡ് സീറോ വേസ്റ്റ് ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അതിന്റെ മുന്നോടിയായാണ് നഗരസഭാ തലത്തിൽ ശുചിത്വോത്സവ് 2025 സംഘടിപ്പിച്ചത്. നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിക്കുകയും നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത ഓഫീസുകൾ, ഹരിത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവരെ ആദരിച്ചു. ജനപ്രതിനിധികൾ, വ്യാപാരി, കുടുംബശ്രീ അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഇതിനോടൊപ്പം വിവിധ കലാപരിപാടികളും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ 2ാം വാർഷികം ഗുരുവായൂരിൽ ആഘോഷിച്ചു. ഫ്രീഡം ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CT ഡെന്നിസ് ആമുഖ പ്രഭാഷണം നടത്തി. വനിതാ വിംഗ് പ്രസിഡന്റ് സുബിത മഞ്ജു അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം കൺവീനർ ജോജി തോമസ്, ചെയർപേഴ്സൺ KK രാജശ്രീ, PI ആൻഡോ, രമേശ് പുത്തൂർ, ശോഭനകുമാരി, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂർ പുത്തൂർ റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആളൂർ പുത്തൂർ റോഡിലെ പാടശേഖരത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുഭാഗവും പുല്ല് വെട്ടിവൃത്തിയാക്കുമ്പോഴായിരുന്നു മാലിന്യ ചാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വീടുകളിലെത്തുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന മാലിന്യങ്ങളാണ് ആളൂർ സ്വദേശികൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. മാലിന്യത്തിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നും വലിച്ചെറിഞ്ഞവരെ തിരിച്ചറിയുകയും അടുത്ത ദിവസം പഞ്ചായത്ത് ഓഫീസിലെത്തി പിഴ അടയ്ക്കുവാൻ നിർദ്ദേശവും നൽകി. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക ദൗത്യസേന ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. കമനീയം കണ്ടാണശ്ശേരി പരിപാടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം PK അസീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, TS ശരത്, VL ബിജു എന്നിവർ നേതൃത്വം നൽകി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനും ലഹരി ഉപയോഗ വിപണനം കണ്ടെത്തുന്നതിനും പോർക്കുളം പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പഞ്ചായത്തിന്റെയും കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയായ 12ാം വാർഡിലെ മൊയ്ക്കുളത്തിന് സമീപമടക്കം 5 കേന്ദ്രങ്ങളിലാണ് പഞ്ചായത്തിന്റെയും കേന്ദ്ര CFC ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപ ചെലവിട്ട് ക്യാമറകൾ സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ജിഷ ശശിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. കുന്നംകുളം SI CP ജാബിർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PC കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാരായ രജനി പ്രേമൻ, വിജിത പ്രജി, ജ്യോതിഷ് KA, നിമിഷ വിഗേഷ്, സുധന്യ സുനിൽകുമാർ, KC നിഖിൽ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്ത CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി. മാർച്ച് 31 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിൽ പൊതു ഇടങ്ങളിൽ മാലിന്യം നീക്കി വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ബന്ധപ്പെട്ടവർക്ക് കൈമാറിയുമാണ് CPMന്റെ വിവിധ ഘടകങ്ങളും അംഗങ്ങളും പ്രവൃത്തിയിൽ പങ്കാളികളാവുക. ക്യാമ്പയിന്റെ ലോക്കൽ തല ഉദ്ഘാടനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. PV അശോകൻ, KP രാജു, TD സുനിൽ, KG മനോഹരൻ, ശ്രീകുമാർ
സുനിൽകുമാർ വാഗ, VA പ്രമോദ്, KU സരിത, TK സംജിത്ത് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എളവള്ളി വെറ്റിനറി ആശുപത്രിയിലെ മാലിന്യം നീക്കം ചെയ്തും മതിൽ പെയിന്റ് അടിച്ചും വൃത്തിയാക്കിയ സ്ഥലത്ത് ചെടികൾ വെച്ചുപിടിപ്പിച്ചുമാണ് CPM പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് മാർച്ച് 30-ന് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ പോർക്കുളം സെന്ററിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ പരിപൂർണ സഹകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിളംബര ജാഥയോടനുബന്ധിച്ച് പോർക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശങ്ങൾ അടങ്ങിയ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, യുവജന സംഘടനാ ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. 6 പതിറ്റാണ്ട് നീണ്ട നാടക ജീവിതത്തിൽ മലയാളത്തിന്റെ തലയെടുപ്പുള്ള അഭിനേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടതിന്റെ ഓർമ്മകളിലാണ് വിജയൻ പള്ളിക്കര. 18-ാം വയസ്സിൽ പിതാവിന്റെ കൈപിടിച്ച് അരങ്ങിലെത്തിയ വിജയൻ 10,000-ഓളം വേദികളിലാണ് വിവിധ വേഷങ്ങൾ കെട്ടിയാടിയത്. അടിമ എന്ന നാടകത്തിൽ സ്ത്രീവേഷം അഭിനയിച്ചുകൊണ്ടാണ് വിജയൻ പള്ളിക്കര തന്റെ അഭിനയ സബരിക്ക് തുടക്കം കുറിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഏകദേശം 10 വർഷം മുൻപ് വേദികളിൽ നിന്നും പടിയിറങ്ങിയെങ്കിലും നാടകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ പള്ളിക്കരയിലെ പഴയ നാടക കലാകാരൻ ഊർജ്ജസ്വലനാകും. 87 വയസ്സ് പിന്നിട്ടുവെങ്കിലും നാടകവേദികളിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലെത്തും. വളരെ ആവേശത്തോടെയാണ് അരങ്ങിൽ നിന്ന് അരങ്ങിലേക്ക് കഥാപാത്രങ്ങളായി പകർന്നാട്ടം നടത്തിയിരുന്ന നാടകകാലത്തെ വിജയൻ പള്ളിക്കര ഓർമ്മിച്ചെടുക്കുന്നത്. ഭരത് പ്രേംജി, ഭരത് PJ ആന്റണി, തിലകൻ അബൂബക്കർ, പ്രേംജിയുടെ മകൻ KPSC പ്രേമചന്ദ്രൻ തുടങ്ങി പ്രതിഭാധനരായ കലാകാരന്മാർക്കൊപ്പം കേരളത്തിലെമ്പാടും നാടകം കളിക്കാനായത് അഭിനേതാവ് എന്ന നിലയിൽ വിജയൻ പള്ളിക്കരയ്ക്ക് ചാരിതാർത്ഥ്യജനകമാണ്. തൃശൂർ കലാകേന്ദ്രം, കുന്നംകുളം ഗീതാഞ്ജലി, കാഞ്ഞൂർ ഭാരത്, കൊച്ചിൻ അനുപമ, ആലുവ ശാരിക, പാലക്കാട് സൂര്യചേതന, തൃശൂർ വാസര തുടങ്ങി കേരളത്തിലെ പ്രമുഖ സംഘങ്ങളിൽ പ്രശസ്തരായ അഭിനേതാക്കൾക്കൊപ്പം വേദി പങ്കിടാൻ വിജയൻ പള്ളിക്കരയ്ക്കായി. നമ്പൂതിരിയായും ഹാജിയാരായും ഗണഗംഭീരമായ ശബ്ദത്തിൽ കാണികളെ കയ്യിലെടുക്കാനുള്ള പ്രത്യേകമായ മിടുക്ക് വിജയനിലെ നടനുണ്ടായിരുന്നു. ഇത്തിരിയുടെ അടുത്തുനിന്നോളോ, എന്താ അത്ര ഒഴിഞ്ഞ് മാറി മാറി അയത്തണ്ട വല്ലു മുന്നിക്കൽ ഭഗവതിക്ക് വിളക്ക് വെച്ചിട്ട് എത്ര കാലായി? വീടിന്റെ കുലദേവതയാ, അത് മുടങ്ങണ്ട. ഒരു തരി നെയ്ത്തിരി കത്തിക്കാനൊരു ഒരു 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 ഇതില്ല അല്ലേ? തന്നെ കണ്ടില്ലേ ചെക്കൻ താന്നിട്ട് ഇങ്ങനെ തെക്ക് വടക്ക് ഇങ്ങനെ നടക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ കുന്നംകുളത്തെ വൈകുന്നേരങ്ങളിൽ വിജയൻ പള്ളിക്കരയുടെ ശബ്ദ ഗാംഭീര്യത്തിലാണ് വിവിധ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ നാട്ടുകാർ അറിഞ്ഞിരുന്നത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിനു മുകളിൽ പബ്ലിസിറ്റി ഏജൻസി നടത്തി അനൗൺസറായും തിളങ്ങിയിട്ടുണ്ട് വിജയൻ പള്ളിക്കര. നാടകത്തിൽ നിന്നും ആർജിച്ചെടുത്ത അഭിനയ മികവ് വിജയനെ സിനിമയിലേക്കും എത്തിച്ചു. 75ഓളം ചലച്ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ അഭ്രപാളിയിലും തന്റെ അഭിനയം കാഴ്ചവെക്കാനായി അദ്ദേഹത്തിന്. സിനിമയിലേക്ക് വരുന്നത് ആദ്യം കുന്നംകുളത്തുനിന്ന് നമ്മുടെ തോലത്ത് വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ കുറേ കൊല്ലങ്ങൾ മുന്നെയാണ് പെങ്ങൾ എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടിയിട്ട് എന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോയിണ്ടായി. അതിലൊരു തോണിക്കാരനായിട്ടൊരു മുസ്ലിമിൻ്റെ റോള്, ഞാൻ മുടിയൊക്കെ പഠിച്ചിട്ടായിരുന്നു. ഒരു 3 നയാ പൈസയ്ക്ക് വേണ്ടി തല്ലിവിടുന്നൊരു സീനൊക്കെ, അതാണ് ആദ്യമായിട്ടുള്ള സിനിമ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ രാജചെറിയാൻ, ഉട്ടൂപ്പ് ഇവരൊക്കെ കൂടിയിട്ട് കാക്കത്തമ്പുരാട്ടി, അങ്ങനെ ഒരുപാട് സിനിമകൾ പിടിക്കേണ്ടായി. ഇതിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിൽ ഒരു കാലത്ത് സ്ഥിര സാന്നിധ്യമായിരുന്നു വിജയൻ പള്ളിക്കര.
രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിൽ നാടകാവതരണത്തിനായി 4 മാസം നീണ്ട യാത്ര നടത്തിയതും വടക്കേ ഇന്ത്യയിൽ ലഭിച്ച വമ്പൻ വരവേൽപ്പും വിജയൻ പള്ളിക്കര അഭിമാനത്തോടെ ഓർക്കുന്നു. ഞാൻ മോഹൻലാലിൻ്റെ ഒരു ചിത്രം വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലെ ഷൂട്ടിങ്ങിന് പോയിട്ട് സമസ്യ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കൈസ് നമ്പൂരിയുടെ. അപ്പോൾ ആ നാടകത്തിൽ സമസ്യയിൽ ഈ അപ്പം നമ്പൂരിയായിട്ട് കളിക്കാൻ പെട്ടെന്ന് ആർക്കും സാധിക്കില്ല. അപ്പം അത് കാരണം അവർ സുൽത്താൻ ബത്തേരിക്ക് കാറായിട്ട് വന്നിട്ട് എന്നെ അവിടുന്ന് കൂട്ടി കൊടുത്തു. അപ്പോൾ ആ സിനിമയുടെ ആ റോളും മോഹൻലാലിൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്ന ഒരു റോളായിരുന്നു. അതന്ന് നടന്നില്ല. അങ്ങനെ പല അനുഭവങ്ങളും ഇതുണ്ടായിട്ടുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വൃന്ദാവൻ സ്ട്രീറ്റിലുള്ള വീട്ടിൽ കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതത്തിലാണിപ്പോൾ വിജയൻ പള്ളിക്കര. ലോക നാടക ദിനത്തിൽ നാടകത്തെ നെഞ്ചേറ്റിയ ഒരു ഗ്രാമത്തെയാണ് ഇനി പരിചയപ്പെടുന്നത്. വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം ഗ്രാമമാണ് നാടക പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ളത്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. നാടക കലാകാരന്മാരാൽ സമ്പന്നമാണ് പാത്രമംഗലം ഗ്രാമം. ഈ നാടിന്റെ നാടക പാരമ്പര്യത്തിന് 6 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്. വിവിധ കൂട്ടായ്മകളിലൂടെ നിരവധി നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. നാട്ടുകാർ തന്നെ രചന നടത്തി നാട്ടുകാർ തന്നെ അഭിനയിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളിലെയും ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിലെങ്കിലും അഭിനയിക്കുകയോ അല്ലെങ്കിൽ നാടക പ്രവർത്തനങ്ങളിൽ സജീവമാകുകയോ ചെയ്തിട്ടുണ്ടാകും. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ചും നാടകം അവതരിപ്പിക്കുവാനുള്ള പരിശീലനത്തിലാണ് നാട്ടുകാർ. ഇപ്പോൾ ഈ നാടകത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ വിവിധ ജോലികൾ ചെയ്യുന്നവരാണ്. അവരുടെ ജോലികൾ കഴിഞ്ഞു വന്ന് രാത്രിയാണ് റിഹേഴ്സൽ നടക്കുന്നത്. അത് മിക്കവാറും രാവേറും വരെ നീളുകയും ചെയ്യാറുണ്ട്. പ്രൊഫഷണൽ നാടകങ്ങളും മറ്റ് അമേച്ചർ നാടക കൂട്ടായ്മകളും നടക്കുന്നുണ്ടെങ്കിലും ഗ്രാമവാസികൾ മുഴുവനായി സഹകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ പ്രദേശങ്ങളിൽ വളരെ കുറവാണെന്ന് തന്നെ വേണം പറയാൻ. അതുതന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു വിശേഷമായി കണക്കാക്കുന്നത്. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നുപയോഗം കൊണ്ട് സാമൂഹികാന്തരീക്ഷം ഭയാനകമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നാടകമാണ് ലഹരി എന്ന് പ്രഖ്യാപിച്ചാണ് ഈ വർഷത്തെ നാടകം ഒരുക്കുന്നത്. നാട്ടുകാരനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ മണികണ്ഠനാണ് മുന്നാഴിക്കനവ് എന്ന നാടകത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത്. മണികണ്ഠൻ ഇതിനു മുമ്പ് 30 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്കൂൾ നാടകങ്ങൾ എഴുതി ഒരു 10-30 നാടകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്. ഈ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു 10-15 നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. എന്നോട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പമുണ്ട്. അതും എൻ്റെ ഒരു വിജയമാണ്. ജനകീയമായ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. വിജയമാണെന്നാണ് പ്രതീക്ഷ. സജീവ നാടക ചലച്ചിത്ര പ്രവർത്തകനായ സ്വാതി മോഹൻ ഷൊർണൂരാണ് സംവിധാനം നിർവഹിക്കുന്നത്. ഇനി പണം തരാൻ എനിക്ക് കഴിയില്ല. നീ തന്നേ പറ്റൂ. കാരണം പണത്തിന്റെ ആവശ്യം എനിക്കാണ്. അതുകൊണ്ട് ചോദിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. കഴിഞ്ഞ ആഴ്ച പൂരം വന്ന് മാല മുറിച്ച കേസിൽ ഇപ്പൊ ചെയ്യില്ല. എന്റെ മനസ്സ് പറയില്ല. എനിക്ക് പണം വേണം. നാട്ടുകാർ ജോലി കഴിഞ്ഞെത്തി രാത്രിയിലാണ് റിഹേഴ്സൽ നടത്തുന്നത്. ഏപ്രിൽ 13 വിഷുത്തലേന്ന് രാത്രിയിൽ പാത്രമംഗലം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര മൈതാനിയിൽ നാടകം അരങ്ങേറും. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ തൃശൂർ ജില്ലാ കമ്മിറ്റി ലോക നാടക ദിനം ആചരിച്ചു. കുന്നംകുളത്തെ നന്മ ഓഫീസിൽ സംഘടിപ്പിച്ച ദിനാഘോഷം നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റും പ്രശസ്ത ഗാഥികനുമായ അയലം ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എഴുത്തുകാരൻ ഇ ഡി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രവി അധ്യക്ഷനായി. സെക്രട്ടറി രവി കേച്ചേരി ആമുഖ പ്രഭാഷണം നടത്തി. ലോക നാടകത്തിന്റെ നാൾവഴികൾ വിഷയത്തിൽ നാടക പ്രവർത്തകൻ ടി വി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അഭിനേത്രി ഷീലാമണി നാടകദിന സന്ദേശം നൽകി. സംസ്ഥാന ട്രഷററും നടനുമായ മനോമോഹൻ, നാടക സിനിമാ സംവിധായകൻ ഐ ഡി രഞ്ജിത്ത്, നടനും പ്രഭാഷകനുമായ പി കൃഷ്ണനുണ്ണി, സംഗീത അധ്യാപിക പി എസ് ചന്ദ്രമതി എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം പ്രമേയമാക്കിയുള്ള പ്രശസ്ത കലാകാരൻ അഭിനയ ടീമിന്റെ കുട, നർത്തകി സംഗീത സണ്ണിയും സംഘവും അവതരിപ്പിച്ച മോക്ഷ എന്ന നാടകങ്ങളും അരങ്ങേറി. നാടകഗാനാവതരണവും ഉണ്ടായി.
നിലയിൽ ബക്കറ്റൊന്നും വെള്ളം കൊടുത്തിട്ടില്ല. കുറച്ച് വെള്ളം കിട്ടാം. കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പുന്നേർകുളം വെൽഫെയർ സൊസൈറ്റിക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി ദുബായ് അൽ മൈത്ത ട്രേഡിംഗ് കമ്പനി. 42,000 രൂപ വില വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ തെക്കാത്ത് പരേതനായ കുഞ്ഞുമോൻ ഹാജിയുടെ സ്മരണാർത്ഥമാണ് നൽകിയത്. ഫാറൂഖിന്റെ മാതാവ് ഖദീജ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വളണ്ടിയർമാർക്ക് ഉപകരണം കൈമാറി. ചടങ്ങിൽ ബദർപള്ളി ഇമാം ബാദുഷ ബാഗവി പ്രാർത്ഥന നിർവഹിച്ചു. കൂട്ടായ്മ രക്ഷാധികാരികളായ മൂത്തേടത്ത് മുഹമ്മദ് ഹാജി, അൽ ഹദീർ അബൂബക്കർ ഹാജി, പാലിയേറ്റീവ് വളണ്ടിയർമാരും പങ്കെടുത്തു. അങ്കണവാടിക്ക് സൗജന്യമായി ഭൂമി നൽകി പഞ്ചവടി സ്വദേശി പൊട്ടത്ത് പറമ്പിൽ രാജീവ്. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ 61-ാം നമ്പർ അങ്കണവാടിക്കാണ് 3 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയത്. രാജീവും ഭാര്യ മിനിയും ചേർന്ന് ഭൂമിയുടെ ആധാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രന് കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗം എ.സി. ബാലകൃഷ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ്, CPIM പഞ്ചവടി സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി ടി.എം. വിക്രമൻ, അങ്കണവാടി വർക്കർ വി.സി. തങ്കമണി തുടങ്ങിയവർ പങ്കെടുത്തു. ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള തേക്കുമരം കണ്ടെത്തി. പാലക്കാട് വടക്കുംചേരിയിൽ നിന്നാണ് തേക്കുമരം ഉത്സവാന്തരീക്ഷത്തിൽ ഭക്തി നിർഭരമായി ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. മാർച്ച് 29 ശനിയാഴ്ച താന്ത്രിക വിധി പ്രകാരം പൊടിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. കുന്നത്തൂരിൽ ധ്വജപ്രതിഷ്ഠാ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. പൂത്താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളുടെ അകമ്പടിയോടുകൂടി ഗോവിന്ദാപുരം ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കും. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പണിപ്പുരയിലേക്ക് എത്തിക്കും. 7 മാസത്തോളം എടുത്ത് 36 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന് ഏകദേശം 1/2 കോടിയോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പുന്നേർകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KB സുകുമാരൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പുലിയത്ത്, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, ജോയിന്റ് ട്രഷറർ MG സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ബൈജു നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൈകോർക്കാം ലഹരിക്കെതിരെ. എക്സൈസ് വകുപ്പും CCTVയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ കൈകോർക്കാം ക്യാമ്പയിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടക്കും. വൈകിട്ട് 6-ന് നടക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബും ലഘുനാടകവും അവതരിപ്പിക്കും. എക്സൈസ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ഭാരവാഹികൾ, കേബിൾ TV ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ലഹരി സംഘങ്ങളെ തളയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ കടവല്ലൂർ പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി യോഗം ചേർന്നു. ആൽത്തറ മുല്ലപ്പിള്ളിക്കുന്നിൽ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ, സ്കൂൾ അധികൃതർ, ക്ലബ്ബ് ഭാരവാഹികൾ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത്. മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കും. ചിലപ്പോൾ കണ്ടിട്ടില്ലേ ആ വിമാനത്തിൽ ബോംബ് ഭീഷണി എന്നൊക്കെ പറഞ്ഞ് അവസാനം യാത്രക്കാരാകെ ബുദ്ധിമുട്ടണ പോലെ. അത്തരം ഇൻഫർമേഷൻ ആവരുത് എന്നുള്ള വിനയപൂർണമായ അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോൾ 1 ഇതിൻ്റെ പ്രചരണപരമായ മാർഗം, 2 സർക്കാർ വകുപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ആക്ട് ചെയ്യാനുള്ള. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, M ബാലാജി, പ്രേംരാജ് ചൂണ്ടലാത്ത്, മഹേഷ്, ഗഫൂർ പള്ളിക്കുളം, K അനീസ്, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, വൈസ് പ്രസിഡന്റ് ഫൗസിയ CA എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ മുഴുവൻ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിമുക്ത ജനകീയ റാലി നടത്തും. വാർഡ് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കും. ബോധവൽക്കരണ ക്ലാസുകൾ നൽകും. വിമുക്തിയുടെ പേരിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യും. കുന്നംകുളം സ്റ്റേഷൻ പരിധിയിൽ 14-നും 17-നും ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന് SI വ്യക്തമാക്കി. പെരുമ്പിലാവിലും പരിസരങ്ങളിലും ധാരാളമായി ക്വാർട്ടേഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ളതിനാൽ മയക്കുമരുന്ന് വിതരണം വ്യാപകമാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. ഇൻഫർമേഷനുകൾ തെറ്റായി പോകരുത്. അത്തരം ഇൻഫർമേഷനുകൾ നമുക്കും ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും MLA അറിയിച്ചു. രാത്രികാലങ്ങളിൽ പെരുമ്പിലാവിലും പരിസരങ്ങളിലും പോലീസും എക്സൈസും സംയുക്തമായി വ്യാപകമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നും യോഗത്തിൽ നിർദ്ദേശങ്ങൾ വന്നു. വേണ്ട ലഹരിയും വേണ്ട ഹിംസയും എന്ന സന്ദേശത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി ഡിവൈഎഫ്ഐ വടക്കേക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4-ാം കല്ലിൽ നടന്ന പരിപാടിക്ക് മേഖലാ സെക്രട്ടറി EV ജിതിൻ, പ്രസിഡന്റ് TJ അഖിൽ, നിഷ മാരാത്ത്, PC അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ലഹരിക്കെതിരെ പ്രതിരോധത്തിന്റെ ചങ്ങലക്കണ്ണികൾ തീർത്ത് ഒറ്റപ്പിലാവ് മനുഷ്യച്ചങ്ങലയിൽ കണ്ണിച്ചേർന്ന CPIM ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, കടവല്ലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ, വാർഡ് മെമ്പർ ഫസലുർ റഹ്മാൻ, DYFI യൂണിറ്റ് സെക്രട്ടറി അജ്മൽ, മറ്റ് പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ ജീവനക്കാർക്ക് കാണാനുള്ള അവസരമൊരുക്കി മരുത്തംകോട് ഐഫ ഫർണിച്ചർ ഉടമയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫൈസൽ ചീരൻ. കുന്നംകുളം മരുത്തംകോട് പ്രവർത്തിക്കുന്ന ഐഫ ഫർണിച്ചറിലെ ജീവനക്കാർക്കായാണ് ഇന്ത്യയാകെ കാത്തിരുന്ന സിനിമയായ എമ്പുരാൻ കാണാനുള്ള അവസരം ഒരുക്കിയത്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് എന്നും മുതൽക്കൂട്ടായ ജീവനക്കാരെ ചേർത്തു നിർത്തുന്നതിന്റെ ഭാഗമായാണ് എമ്പുരാൻ റിലീസ് ദിവസം തന്നെ കാണാനായി 100ഓളം വരുന്ന ജീവനക്കാർക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയത്. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കുള്ള ആദ്യത്തെ ഷോയാണ് കുന്നംകുളം ഭാവന തിയേറ്ററിൽ ഐഫ സ്ഥാപനത്തിലെ ജീവനക്കാർ കണ്ടത്. ഐഫ എന്നെഴുതിയ ടീഷർട്ടും കയ്യിൽ ബലൂണുകളുമായാണ് മോഹൻലാൽ ആരാധകരായ മുഴുവൻ പേരും തിയേറ്ററിൽ ആഹ്ലാദം പങ്കുവെച്ച് മടങ്ങിയത്. ലഹരി ഉപയോഗം യുവതലമുറയെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുമെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ നിർമ്മിച്ച കഫ്റ്റീരിയ MCF എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഓരോ ദിവസവും നമ്മെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു പിന്നിലെ പ്രധാന കാരണം ലഹരിയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ മാഫിയ ലഹരിയുടേതാണ്. ഇന്ന് നമ്മുടെ കേരളത്തെയും ആ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. കുട്ടികളിലേക്കടക്കം ലഹരി പരത്താനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളെ ഒന്നിനും കൊള്ളാത്ത തലമുറയാക്കി മാറ്റാനുള്ള സാധ്യതയാണുള്ളത്. ലഹരി ഉപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടത് മാതാപിതാക്കളാണ്. കുട്ടികൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുടെയൊപ്പം അവരുടെ രക്ഷിതാക്കളുണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ലോകത്തിന്റെ തിരക്കുകളിലും ജോലി തിരക്കുകളിലും മുഴുകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. ലോകത്തെ ലഹരി മാഫിയ ഏറ്റവും ശക്തമായൊരു മാഫിയാണ് ലഹരി മാഫിയ. ആ ലഹരി മാഫിയ പിടിമുറുകയാണ്. അത് കുട്ടികളിലേക്കും മറ്റു പലതിലേക്കുമൊക്കെ ഇത് വ്യാപിപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം നടത്തി വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്ക് അടിപ്പെട്ടു പോയാൽ നമുക്കറിയാം എന്താണ് അവരെ ഒന്നിനും കൊള്ളാത്ത തലമുറയായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ തന്നെ അതിന് മുൻകൈയെടുത്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുക. അവരറിഞ്ഞുകൊണ്ട് ചെയ്താൽ അത് അവരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് കേരളത്തിൽ ഒരു മനുഷ്യൻ ശരാശരി 3.5 മണിക്കൂറോളം എവിടെ ഇരിക്കുകയാണ്? ടിവിയുടെ മുമ്പിൽ. മാധ്യമങ്ങൾ കാണണം, വായിക്കണം, പത്രം വായിക്കണം, TV കാണണം. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലെയും അവസ്ഥ എന്താണ്? ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, NS ജിഷ്ണു, TP പ്രജീഷ്, PS സന്ദീപ് എന്നിവർ സംസാരിച്ചു. 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ നിന്നും അനുവദിച്ച 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കഫ്റ്റീരിയ, MCF എന്നിവ അടങ്ങുന്ന കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാറന്നൂർ ചിറ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ലഘുഭക്ഷണം കഴിക്കുന്നതിനായാണ് കഫ്റ്റീരിയ സജ്ജമാക്കിയിട്ടുള്ളത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വയോജന സൗഹൃദ നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പഴമയും പുതുമയും തലമുറ സംഗമം നടത്തി. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. സംഗമത്തിന്റെ ഭാഗമായി CDS കമ്മ്യൂണിറ്റി കൗൺസിലർ NS സുഷി നയിച്ച ക്ലാസും നടന്നു. പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ഷീബ ചന്ദ്രൻ, സെക്രട്ടറി ഇൻചാർജ് CO ആൻഡോ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, CDS വൈസ് ചെയർപേഴ്സൺ ഭാനു ദാസൻ, കുടുംബശ്രീ അക്കൗണ്ടന്റ് PS സൗമ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുടുംബശ്രീ പ്രവർത്തക സുൽഫത്ത് ബക്കറിനെ ചടങ്ങിൽ ആദരിച്ചു. മരണപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ജീവൻ ദീപം ഡെത്ത് ക്ലെയിം ചടങ്ങിൽ വിതരണം നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്ര ഗവേഷണത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ജിബി ജോസിന് നാടിന്റെ സ്നേഹാദരം.
അംഗപരിമിതിക്കുള്ളിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ അഗ്രശ്രേണിയിലെത്താൻ ജിബി ജോസ് കാണിച്ച ഇച്ഛാശക്തി മറ്റ് വിദ്യാർത്ഥികൾക്ക് മഹാസന്ദേശമാണ് നൽകുന്നതെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. ചരിത്ര വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ജിബി ജോസ് ബിഎഡ് കോഴ്സ് പൂർത്തീകരിച്ച് 3 വർഷമായി പെരുവല്ലൂർ ഗവൺമെന്റ് യുപി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിക്കുകയാണ്. താൻ താമസിക്കുന്ന പഴയകാല പുന്നത്തൂർ നാടിനെക്കുറിച്ചുള്ള ചരിത്ര പഠനമാണ് ഡോക്ടറേറ്റിന് അർഹമാക്കിയത്. ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം ജിബി ജോസ് നേരിട്ടാണ് ഡാറ്റ എൻട്രി ചെയ്തത്. നിരവധി പേരിൽ നിന്നുള്ള അനുഭവ സമ്പാദനത്തിലൂടെയാണ് പുന്നത്തൂർ നാടിനെക്കുറിച്ച് വിവരശേഖരണം നടത്തിയത്. 6 വർഷക്കാലം കൊണ്ടാണ് ചരിത്ര ഗവേഷണം പൂർത്തിയായത്. അധ്യാപകരായ ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ചിമ്മൻ ജോസിന്റെയും ബ്ലെസിയുടെയും മകളാണ് ജിബി ജോസ്. ഡോക്ടറേറ്റ് നേടിയ ജിബി ജോസിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പൊന്നാടി അണിയിച്ച് അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, TC മോഹൻ എന്നിവരും അനുമോദിക്കാനെത്തിയിരുന്നു. തനിക്ക് ലഭ്യമായ സൗകര്യങ്ങളും അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ പഠനത്തിന്റെ ശ്രേണിയിലേക്ക് എത്തിച്ചേരുകയും ഒരു ജോലി സമ്പാദിക്കുകയും ചെയ്ത് ഇന്ന് നമുക്കൊക്കെ അഭിമാനമുണ്ടാക്കാവുന്ന രീതിയിൽ പുതിയ തലമുറയ്ക്കുള്ള സന്ദേശം കൈമാറുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ജിബി ജോസിനെ ഇത് ഇന്ന് അറിഞ്ഞ വഴിക്ക് തന്നെ ഇന്ന് ആദ്യത്തെ പരിപാടി തന്നെ ഇവിടെ വരണം, അഭിനന്ദിക്കണമെന്ന് തോന്നി. എന്തായാലും ജിബി കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തി, ഏറ്റവും കഠിനമായിട്ടുള്ള പ്രയത്നം എല്ലാം മറ്റുള്ളവർക്ക് മാതൃകാപരമാണ്. പുനേർകുളം ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണ വിതരണം നടത്തി. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ KK സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആലത്തയിൽ മൂസ, ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ഭിന്നശേഷിക്കാർക്ക് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും കണ്ടെത്തിയ 19 പേർക്കാണ് 1.5 ലക്ഷം രൂപ വകയിരുത്തി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ജനകീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കമായി. വിദ്യാഭ്യാസ രംഗത്ത് സമൂഹ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചേർന്ന യോഗം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം VP ലീല അധ്യക്ഷയായി. യോഗത്തിൽ പ്രധാന അധ്യാപിക PB സജിത പദ്ധതി വിശദീകരിച്ചു. PTA വൈസ് പ്രസിഡന്റ് രജിത, PTA അംഗം ബിനിൽ, സീനിയർ അധ്യാപിക S ബിന്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാലയ സമിതി രൂപീകരിച്ച് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. പുന്ന GMLP സ്കൂളിൽ സ്റ്റാർ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം, ബോയ്സ് ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ SSK ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുട്ടികൾക്കായി വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന അധ്യാപിക PK ഷീജ, ഡോക്ടർ NJ ബിനോയ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ തുടങ്ങിയവർ സംബന്ധിക്കും. അറിയിപ്പ്: എളവള്ളി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കാര്യാലയത്തിലെ താൽക്കാലിക ഒഴിവുള്ള ഓവർസിയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് സർക്കാർ അംഗീകൃത 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ 2 വർഷ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഏപ്രിൽ 4 രാവിലെ 10:30 എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പും സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ 0487 26 42 26 0 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാവർട്ടിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനീഷ് അധ്യക്ഷനായി. പാവർട്ടി ജോളി വില്ല ഹാളിൽ ചേർന്ന യോഗത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷംസുദ്ദീൻ മരക്കാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, K സുനിൽകുമാർ, ഔസൽ പാടൂർ, അബ്ബാസ് വീരാവുണ്ണി, ജോഷി വാഴപ്പള്ളി, KO ജോസ്, അഖിൽ പാവർട്ടി, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, വർഗീസ് പാവർട്ടി, ഉസ്മാൻ കുട്ടോത്ത്, ഷെഫീഖ് വെൺമനാട്, ഷാജു കാരമുക്ക് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കുട്ടഞ്ചേരി ദേശത്തിന്റെ തോൽപ്പാവക്കൂത്ത് മഹോത്സവം നടത്തി. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ചുറ്റിവിളക്ക് നടന്നു. 7 മണി മുതൽ മേളം ആരംഭിച്ചു. രാത്രി 8:30 മേളത്തോടു കൂടിയുള്ള കൂത്ത് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ആചാര്യൻ K ലക്ഷ്മണ പുലവർ തോൽപ്പാവക്കൂത്തിന് നേതൃത്വം നൽകി. അന്നദാനവും ഉണ്ടായിരുന്നു.
പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിനടുത്ത് വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയതിനാൽ വടക്കേക്കാട്, പുന്നയൂർ, പുന്നയൂർകുളം, കാട്ടകാമ്പാൽ എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതരണം വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പൂർണ്ണമായും തടസ്സപ്പെടുന്നതാണെന്ന് വാട്ടർ അതോറിറ്റി കുന്നംകുളം PH സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. എടക്കഴിയൂർ പുല്ലൻചിറ സ്നേഹസ്പർശം 2025ന്റെ ഭാഗമായി റംസാൻ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. മഹളറ പള്ളി ഇമാം കരീം അസ്ലമിയിൽ നിന്നും ക്ലബ്ബ് രക്ഷാധികാരി കബീർ തറയിൽ ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഘടകം ക്ലബ്ബ് പ്രസിഡന്റ് ഷിലു ഇ ശിവദാസ്, സെക്രട്ടറി അമീർ, പുല്ലൻചിറ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് പരിസരത്ത് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV നാസർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷനായി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, 15ാം വാർഡ് മെമ്പർ തൗഫീഖ്, SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഫാറൂഖ്, ഉപ്പാപ്പ മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഷിദ് ബാഗവി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,235 രൂപ, പവന് 65,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുല്ലയ്ക്കൽ പരേതനായ വാസുവൈദ്യർ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. സുഷമ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മണികണ്ഠൻ, മനോജ്, തിലകൻ, ഗിരീഷ്, മധുസൂദനൻ എന്നിവർ മക്കളാണ്. വടുതല ജുമാ മസ്ജിദിന് സമീപം തളികശ്ശേരി പരേതനായ മുഹമ്മദ് ഭാര്യ പേങ്ങാട്ടയിൽ സഫിയ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം വടുതല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. അഷ്റഫ്, കരീം, ഹസീന, ഷമീറ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് ചെമ്മണ്ണൂർ വീട്ടിൽ ലാസർ ഭാര്യ സിസിലി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കടങ്ങോട് കിഴക്കുമുറി ചേരമ്പത്ത് വളപ്പിൽ ഇബ്രാഹിം നിര്യാതനായി. 65 വയസ്സായിരുന്നു. ദീർഘകാലം CPM കിഴക്കുമുറി ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. സെഫിയ ഭാര്യയാണ്. നസീമ, നസീല, നിഷാദ്, നിഷ എന്നിവർ മക്കളാണ്. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ കടങ്ങോട് കിഴക്കുമുറി മുയിനുദ്ദീൻ ജുമാ മസ്ജിദിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അണ്ടത്തോട് കടൽ ഭിത്തി കെട്ടുവാൻ കരിങ്കല്ല് കൊണ്ടുവന്ന ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. തീരദേശ ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ കടൽ ഭിത്തി നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവ് വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 2ാം പ്രതി പെരുമ്പിലാവ് കറുപ്പം വീട്ടിൽ മോനായി എന്ന ബാദുഷയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 94-കാരന് 6 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷ. പുന്നേർകുളം പനന്തറ സ്വദേശി ഔണുങ്ങൽ കുട്ടനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എരുമപ്പെട്ടി മുണ്ടങ്കോട് നഗർ നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ശുദ്ധജലം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. 60ഓളം SSC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ജലവിതരണം നിലച്ചിട്ട് 2 വർഷം പിന്നിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.